സർ ഇപ്പോൾ 8 കൊല്ലമായല്ലോ ജനതയിൽ ഇവിടെ അധ്യാപകനായി വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. പഴയ ജനതയും പുതിയ ജനതയും സാർക്കൊരു വ്യത്യാസമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പഴയ ജനതയും പുതിയ ജനതയും എന്നുള്ളൊരു വ്യത്യാസമില്ല. ഞാനിവിടെ സമീപവാസി തന്നെയാണ്. കൊപ്പത്താണ് വീട്. കൊപ്പം ഹൈസ്കൂളിൽ ഒരു 7 കൊല്ലം ജോലി ചെയ്തിരുന്നു ഹൈസ്കൂൾ സെക്ഷനിൽ. പിന്നെ ഹയർ സെക്കൻഡറി കിട്ടിയപ്പോൾ ജനതാ സ്കൂളിലേക്ക് എത്തി. പക്ഷേ ജനതാ സ്കൂളിലേക്ക് ഹയർ സെക്കൻഡറി അധ്യാപകനായിട്ട് വരുന്നതിന് മുമ്പേ തന്നെ എനിക്ക് ഈ സ്കൂളായിട്ട് വല്ലാത്തൊരു ബന്ധമുണ്ടായിരുന്നു. കാരണം സബ് ജില്ലാ കലോത്സവങ്ങൾ, സബ് ജില്ലാ സ്പോർട്സ്, ഇങ്ങനെ അക്കാദമിക്കായിട്ടും അതല്ലാത്ത കാര്യങ്ങളൊക്കെ ആയിട്ട് പലപ്പോഴും ഈ സ്കൂളിൽ വരേണ്ടി വന്നിട്ടുണ്ട്. ഇവിടുത്തെ അധ്യാപകരായിട്ട് ഏറെ സൗഹൃദം ഉണ്ടായിരുന്നു. പിന്നെ വന്ന കാലത്ത് ഇവിടെ ഈ ഭൗതിക സൗകര്യങ്ങളുടെ കാര്യത്തിൽ കുറച്ച് കുറവുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഹൈസ്കൂൾ സെക്ഷനായാലും ശരി, ഹയർ സെക്കൻഡറി സെക്ഷനായാലും ശരി, കുട്ടികൾക്ക് ഇരിക്കാൻ പറ്റുന്ന നല്ല ക്ലാസ് റൂമുകൾ, എല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഈ ഭൗതിക സൗകര്യങ്ങളുടെ കാര്യത്തിൽ മാത്രമായിരുന്നു അന്നത്തെയും ഇന്നത്തെയും തമ്മിലുള്ള ചെറിയൊരു വ്യത്യാസം. പക്ഷേ ഇവിടുത്തെ അക്കാദമിക് റിസൾട്ടിൻ്റെ കാര്യത്തിൽ, അതല്ലെങ്കിൽ കലോത്സവം, സ്പോർട്സ് തുടങ്ങിയ മേഖലകളിലുള്ള റിസൾട്ട്, ഇതൊക്കെ പട്ടാമ്പി സബ് ജില്ലയിൽ തന്നെ മികച്ച റിസൾട്ടുള്ള സ്കൂളായിരുന്നു. അപ്പോൾ ജനതാ സ്കൂളിൻ്റെ പേര് പട്ടാമ്പി സബ് ജില്ലയിലും ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ല, നമ്മുടെ പാലക്കാട് ജില്ലയിലൊക്കെ തന്നെ നിറഞ്ഞു നിന്നിരുന്ന ഒരു കാലഘട്ടം. അതേപോലെ തന്നെ ഇപ്പോഴും തുടർച്ചയായിട്ട് ജനതാ സ്കൂളിൻ്റെ പേര് ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ്. അപ്പോൾ അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് ഭൗതിക സൗകര്യങ്ങളുടെ ഒരു കുറവ് ആ കാലത്തുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അതൊക്കെ മികച്ച രീതിയിലായിരുന്നു അറിയുന്നത്. പക്ഷേ ഭൗതിക സൗകര്യങ്ങൾ കുറവായിരുന്ന കാലഘട്ടമാണെങ്കിൽ പോലും ആ കാലത്ത് നമ്മുടെ അക്കാദമിക് റിസൾട്ടിനോ അല്ലെങ്കിൽ അക്കാദമികേതര കാര്യങ്ങളിലുള്ള റിസൾട്ടിനോ യാതൊരു തരത്തിലുള്ള കുറവുണ്ടായിരുന്നില്ല. ജനതാ സ്കൂളിനെ കുറിച്ച് ഓർക്കുമ്പോഴും പറയുമ്പോഴൊക്കെ ഏറെ അഭിമാനവും സന്തോഷമേ ഉള്ളൂ. കാരണം ഈ സ്കൂളിൽ ജോലി ചെയ്യാൻ പറ്റിയത് എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. ഒരുപാട് സുഹൃത്ത് ബന്ധം ഇവിടെ ഉണ്ട്. ഈ നാട്ടുകാരായിട്ടുള്ള നല്ലൊരു ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞു. അതോടൊപ്പം ഈ നാട്ടിൽ നിന്നും അല്ലാതെയായിട്ടുള്ള ധാരാളം കുട്ടികൾ, മിടുക്കികളായിട്ടുള്ള ധാരാളം കുട്ടികളുണ്ട്. ഇവരെ കൂട്ടത്തിൽ ഒരു അധ്യാപകനായി നിൽക്കാൻ കഴിഞ്ഞു എന്ന് തന്നെ ഏറ്റവും വലിയ ഭാഗ്യം. താങ്ക് യു സർ.